चमनपुरा चंदननगर में आ ब्लास्ट थયું છે, રૂઓ ફાટ્યું છે। ജൂൺ 12 ഉച്ചയ്ക്ക് 1:39 വലിയൊരു അപകടമാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ഒരു ആകാശ ദുരന്തത്തിന്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനം AI-171 താഴേക്ക് പതിക്കുകയായിരുന്നു. അഹമ്മദാബാദിലെ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്കാണ് വിമാനം ഇടിച്ചു കയറിയത്. ഒരാളൊഴികെ വിമാനത്തിൽ ഉണ്ടായിരുന്ന 241 പേരും മരിച്ചിരുന്നു. അപകടത്തിൽ മരിച്ച 260 പേരിൽ 19 പേർ വിമാനം ഇടിച്ചിറങ്ങിയ സ്ഥലത്ത് ഉണ്ടായിരുന്നവരാണ്. വിമാനത്തിൽ ഉണ്ടായിരുന്ന മലയാളിയായ രഞ്ജിതയും അപകടത്തിൽ മരിച്ചിരുന്നു. ഇത് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനത്തിനാണ് അപകടമുണ്ടായത്. ഇതിൽ 169 പേർ ഇന്ത്യക്കാരും 53 പേർ ബ്രിട്ടീഷ് പൗരന്മാരും 7 പേർ പോർച്ചുഗീസ് പൗരന്മാരും ഒരാൾ കനേഡിയൻ പൗരനുമായിരുന്നു. അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നു. അതായത് AAIBയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫ് ആയതാണ് അപകട കാരണമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. വിമാനം പറന്നുയർന്ന ഉടനെ ഇന്ധന നിയന്ത്രണം സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. സ്വിച്ച് എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് പൈലറ്റ് ചോദിക്കുന്നതും ഓഫ് ചെയ്തിട്ടില്ല എന്ന് സഹ പൈലറ്റ് പറയുന്നതും കോക്പിറ്റ് ഓഡിയോയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. വിമാനത്തിലെ പൈലറ്റ് ഇൻ കമാൻഡറായി സുമിത് സബർവാളും സഹ പൈലറ്റായി ക്ലൈബ് കുന്ദറും തമ്മിലുള്ള സംഭാഷണമാണ് ഇത്. എന്നാൽ ആരാണ് ചോദ്യം ചെയ്തതെന്നും ആരാണ് മറുപടി നൽകിയതെന്നും വ്യക്തമല്ല. സബർവാൾ ബോയിംഗ് 787 വിമാനം 8600 മണിക്കൂർ പറത്തിയ പൈലറ്റാണ്. കുന്ദർ 1100 മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള ആളാണെന്നാണ് പറയുന്നത്. വിമാനത്തിന്റെ എഞ്ചിനുകൾ പ്രവർത്തിച്ചത് സെക്കൻഡുകൾ മാത്രമാണ്. 32 സെക്കൻഡ് കൊണ്ട് അപകടം സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പക്ഷികൾ ഇടിക്കുകയോ പ്രതികൂല കാലാവസ്ഥയോ ആയിരുന്നില്ല അപകട കാരണമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 15 പേജുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് AAIB സമർപ്പിച്ചിരിക്കുന്നത്. വിശദമായ അന്വേഷണം റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുമുണ്ട്. സർവീസ് തുടങ്ങും മുൻപ് ഇരുവർക്കും മതിയായ വിശ്രമം ലഭിച്ചിരുന്നുവെന്നും അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പൈലറ്റിനോ സഹ പൈലറ്റിനോ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വിമാനത്തിലെ ഇന്ധനവും തൃപ്തികരമായ നിലയിലായിരുന്നു. യാത്രക്കാരെയും കൂടി ഉൾപ്പെടുത്തിയാൽ അനുവദനീയമായ ഭാരമേ വിമാനത്തിന് ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. എഞ്ചിൻ 1, എഞ്ചിൻ 2 എന്നിവയിലേക്കുള്ള ഇന്ധനം കട്ട് ഓഫ് ചെയ്യുന്ന 2 സ്വിച്ചുകളും 1 സെക്കൻഡിനുള്ളിൽ റണ്ണിൽ നിന്ന് കട്ട് ഓഫിലേക്ക് മാറുകയും ഇന്ധന വിതരണം തടസ്സപ്പെടുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ഇതോടെ 2 എഞ്ചിനുകളുടെയും വിമാനം പറന്നുയർന്നതിന് പിന്നാലെ ഓഫ് ആവുകയും വായുവിൽ വെച്ച് എഞ്ചിനുകളുടെ ത്രസ് നഷ്ടപ്പെട്ടു. ഇതോടെ 2 എഞ്ചിനുകളും വിമാനം പറന്നുയരുന്നതിന് പിന്നാലെ ഓഫ് ആവുകയും വായുവിൽ വെച്ച് എഞ്ചിനുകളുടെ ത്രസ് നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 2 എഞ്ചിനുകൾക്കും ഒരേ സമയം ത്രസ് നഷ്ടപ്പെട്ടതിന് മുമ്പ് വിമാനം 180 നോട്ട് വേഗത്തിലെത്തിയിരുന്നു. ഇന്ധന സ്വിച്ചുകൾ ഫ്ലിപ്പ് ചെയ്യുന്നതിന് തൊട്ടു പിന്നാലെ വിമാനത്തിന് വേഗതയും ഉയരവും പെട്ടെന്ന് നഷ്ടപ്പെട്ടുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിമാനം പറന്നുയരുന്ന ഉടൻ തന്നെ റാം എയർ ടർബൈൻ റാറ്റ് പ്രവർത്തിക്കുന്നത് CCTVയിൽ കാണാം. ഊർജ്ജ തടസ്സം സംഭവിക്കുമ്പോൾ റാറ്റ് സാധാരണയായി സജീവമാകാറുണ്ട്. വിമാനത്തിന്റെ എഞ്ചിനുകൾ പറന്നു ഉയരുന്നതിനിടെ ഓഫായി എന്ന് ഇത് സ്ഥിരീകരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഓഫ് ആയതിനു പിന്നാലെ 2 ഇന്ധന സ്വിച്ചുകൾ റണ്ണിലേക്ക് തിരികെ മാറ്റി. ഇതിനു പിന്നാലെ ഒരു എഞ്ചിൻ താൽക്കാലികമായി സ്ഥിരത കൈവരിച്ചുവെന്നും പക്ഷേ മറ്റൊന്നിന് പ്രവർത്തനശേഷി വീണ്ടെടുക്കാനായില്ലെന്നും റിപ്പോർട്ട് പറയുന്നു. എഞ്ചിൻ 2 പ്രവർത്തനശേഷി വീണ്ടെടുക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു. പക്ഷേ എഞ്ചിൻ 1 സ്ഥിരത കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടു. ത്രസ് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് റിപ്പോർട്ടിലുള്ളത്. വിമാനത്തിന്റെ ഫോർവേഡ് ആക്സിഡന്റ് എയർഫ്രെയിം ഫ്ലൈറ്റ് റെക്കോർഡ് അതായത് EAFR വീണ്ടെടുക്കുകയും വിജയകരമായി ഡൗൺലോഡ് ചെയ്യുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. വ്യവസ്ഥാപിത മാർഗങ്ങളിൽ ഡാറ്റ വീണ്ടെടുക്കാൻ കഴിയാത്ത ഗുരുതരമായ കേടുപാടുകൾ പിൻഭാഗത്തെ EAFRന് സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടിലുള്ളത്.
ચમનપુરા ચંદનનગરમાં આ બ્લાસ્ટ થયું છે, રૂઓ ફાટ્યું છે.